ചേർന്ന് നാല് രാജ്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് ഇപ്പം. ഇവരെല്ലാം കൂടെ സംയുക്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷനാണ്. അവരുടെ എല്ലാ മൊഡ്യൂൾസ് ഒന്ന് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യും. ഇവന്മാര് ചൈന എടുത്തിട്ടില്ല. ചൈന ഇവന്മാര് അടുപ്പിച്ചില്ല. ചൈന ഈ അമേരിക്ക സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവന്മാര് സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി. ചൈന ആരാ മോൻ? അവന്മാര് സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി. അവന്മാര് വേറെ രാജ്യങ്ങളെ വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ വാ, നിങ്ങളെ മറ്റേ അമേരിക്ക കൂട്ടാത്ത രാജ്യങ്ങളെല്ലാം വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞു. ഇന്ത്യക്ക് സ്പേസ് സ്റ്റേഷൻ സെറ്റപ്പ് ഒന്നും ആയില്ലെന്നോ, അത്രയും ഡെവലപ്പ് ഒന്നും ആയില്ല. ഫ്രാൻസിനുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, റഷ്യക്കുണ്ട്. ഈ ശാസ്ത്ര ഗവേഷണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ പുറകില്ല. കാരണം അതിന് സർക്കാർ ചെലവാക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര തുകയാണ്. മറ്റു രാജ്യങ്ങൾ, പട്ടിണി കിടക്കുന്ന രാജ്യങ്ങൾ പോലും ഇതിനേക്കാൾ അവരുടെ GDP-യുടെ ഇത്ര % ചെലവാക്കും, അതിന്റെ അത്രയൊന്നും നമ്മൾ ചെലവാക്കുന്നില്ല. വളരെ മോശം. ചൈന ചെലവാക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ പണം സയന്റിഫിക് റിസർച്ചിന് ചെലവാക്കുന്ന രാജ്യം ചൈന, അറിയോ? പിന്നെ അതുകൊണ്ടല്ലേ അവന്മാർ കുതിക്കുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിൽ അമേരിക്ക വെട്ടുന്ന ടെക്നോളജി അവന്മാരല്ലേ ഉള്ളത്. ഒരു 50 കൊല്ലം മുമ്പേ വെറും കൃഷിഭൂമിയായിരുന്നു ചൈന. പിന്നെ വെറും 50 കൊല്ലം ആയതേ ഉള്ളൂ അവര് കൃഷിയൊക്കെ നിർത്തിയിട്ട് വ്യവസായം തുടങ്ങി. ഈ ഷവോമിയുടെ കാർ നിങ്ങൾ കേട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. എന്നോ സെറ്റപ്പ് സാധനം. അത് ടെസ്ലയൊന്നും അല്ല കേട്ടോ. അപാര സാധനം അതൊക്കെ. ഷവോമിയുടെ കാറൊക്കെ കാണണം. ടെസ്ലയുടെ കാറൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് ഊമ്പിയ സെറ്റപ്പാണ്. അതൊന്നും അല്ല ഷവോമി. കാണാനും ഗംഭീരം. അവര് കഴിഞ്ഞ ദിവസം ഒരു കാർ ടെസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇറക്കി. ചൈനയുടെ ഒരു കാർ, ചൈന ഇറക്കിയൊരു കാർ, ഷവോമി അല്ല, വേറൊരു കമ്പനിയുടെ. ആ കാറിന്റെ മേളിലൊരു ഇതുണ്ടല്ലോ, ഒരു ബുൾഡോസർ കയറ്റി അങ്ങ് വെച്ചു. കാറിന്റെ മേളിൽ ഒരു ബുൾഡോസർ അവര് ക്രെയിൻ വഴി മേളിൽ കയറ്റി വെച്ചിട്ട് ശേഷം വെച്ചപ്പോ കാർ താന്നു. ഗ്രൗണ്ട് ലെവൽ വരെ അങ്ങ് മുട്ടുന്നു, എന്റെ ബോഡി മുട്ടുന്ന ലെവലിൽ താന്നു. എന്നിട്ട് അവർ ചെയ്ത വീഡിയോ ആണ്. എന്നിട്ട് ഈ ബുൾഡോസറിനെ എടുത്ത് മാറ്റി, ട്രെയിൻ വഴി എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നോക്കിയപ്പോ കാറിന്റെ മേൽ കുറെ സ്ക്രാച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ. കാർ ഓടിച്ചു പോവാ. അതിന്റെ ഗ്ലാസും പൊട്ടിയില്ല, ബോഡിക്കും കംപ്ലൈന്റ് ഇല്ല, ഒരു കോപ്പനും ഇല്ല. അതാണ് ചൈന. ഈ ജപ്പാൻ എങ്ങനെയാണ് പിന്നെ ഇപ്പോഴത്തെ ഇപ്പൊ ജപ്പാൻ ടെക്നോളജി, ജപ്പാനിലെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിയ വിലയോടല്ലേ വാങ്ങിക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് ചൈന ചെയ്ത അതേ പരിപാടി ജപ്പാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് യൂറോപ്പിലെ കമ്പനികളുടെ പ്രൊഡക്റ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാണ് ജപ്പാൻ വളർന്നത്. പക്ഷെ പിന്നെ അവരതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചു. ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയി മാറി. ജപ്പാന്റെ സാധനം എന്ന് പറഞ്ഞാൽ ജപ്പാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പൊ എന്റെ ഇരിക്കുന്ന നമ്മുടെ കാനന്റെ ക്യാമറ ഉണ്ടല്ലോ, ഇപ്പൊ ജപ്പാൻ മെയ്ഡ് സാധനമാണ്. അതിന്റെ ഗുണം അതിന്റെ ഉണ്ട്. എന്തുവായാലും ചൈന ചെയ്ത അതേ രീതി, ജപ്പാൻ ചെയ്ത രീതി തന്നെയാണ്. കോപ്പി അടിച്ചാണ് ടെക്നോളജി കോപ്പി അടിച്ച്. പക്ഷെ അവർ സ്വന്തമായിട്ട് വളർന്നു. ടെക്നോളജി കോപ്പി എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഈ ഐഫോണും സാംസങ് ഒക്കെ ചൈനയിലാണ് പ്രൊഡക്ഷൻ. അല്ല, ഈ ചൈനയും ജപ്പാനും ഒന്നും കോപ്പി അടിച്ചത് ശരിക്കും പറഞ്ഞാല് ജപ്പാന് ഈ വേറെ രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ അവരുടെ രാജ്യത്ത് വന്നതിന് ശേഷമല്ല, അതിന് മുമ്പേ തുടങ്ങിയതാ. അവര് വേറെ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അഴിച്ചു പറിച്ച് മനസ്സിലാക്കി അവർ കുറഞ്ഞ ക്വാളിറ്റി സാധനം ആദ്യം ഉണ്ടാക്കി. പിന്നെ അവർ ഡെവലപ്പായി ഹൈ ക്വാളിറ്റി സാധനം ഉണ്ടാക്കി. അങ്ങനെ ജപ്പാൻ ഡെവലപ്പായി. ചൈന അതേ മോഡൽ പിന്തുടർന്നു. അങ്ങനെ പിന്നെ ചൈന അതിന്റെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പൊ ചൈനയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രൊഡക്റ്റ്, ചൈനയുടെ പ്രൊഡക്റ്റ്. സംഭവം ഞാൻ മനസ്സിലാക്കി. നമ്മുടെ എല്ലാ രാജ്യങ്ങളും പരമ്പരാഗതമായി കൃഷിയായിരുന്നു. കാരണം അന്നത്തെ ജനങ്ങൾക്ക് ഭക്ഷണം വേണം, അത് കൃഷി ചെയ്യുന്നതായിരുന്നല്ലോ എല്ലാ രാജ്യവും പരമ്പരാഗതം. പക്ഷെ അത് തുടരെ പല രാജ്യങ്ങളും അതിൽ നിന്നും മറ്റു വ്യവസായങ്ങൾ പ്രൊഡക്ഷനിലോട്ട് മാറി. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നമ്മളിപ്പോ ഈ ടെക്നോളജി ലെവലിൽ കുറച്ച് ബാക്കിലോട്ട് പോയത്. അതിനകത്ത് വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല. ടെക്നോളജിയിലോട്ടോ റിസർച്ചിലോട്ടോ താല്പര്യം കാണിക്കുന്നില്ല. കാണിക്കാത്തെന്ന് പറഞ്ഞാൽ അതിനെ അവർ ഫണ്ട് ചെലവാക്കുന്നില്ല. കാരണം അവർക്ക് അത് താല്പര്യമില്ല. കാരണം അതുകൊണ്ടൊന്നും വോട്ട് കിട്ടത്തില്ലല്ലോ. എന്തോ വിദ്യാഭ്യാസത്തിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഭയങ്കരമായിട്ടുള്ള ഫണ്ട് ചെലവാക്കുകയും അത്തരത്തിൽ ഗവേഷണം നടത്തുകയും ചെയ്യണം. അവർ ചെലവാക്കുന്ന പറഞ്ഞാൽ മറ്റേ ആയുഷ് പോലത്തെ പരിപാടിക്കാം. ആയുഷ് എന്ന് പറഞ്ഞാൽ മറ്റേ ആയുർവേദം, മറ്റേ ഗുണകോപ്പൊക്കെ ഉണ്ടല്ലോ, യുനാനി, ഹോമിയോ, ഇതിനൊക്കെയാണ് പൈസ ചെലവാക്കുന്നത്. പകരം നമ്മുടെ മെഡിക്കൽ സാങ്കേതിക വിദ്യ,
നമ്മുടെ മറ്റു തരത്തിലുള്ള എല്ലാ ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മറ്റു രാജ്യങ്ങളുടെ അനുസരിച്ചുള്ള സ്പീഡ് നമുക്കില്ല. മറ്റു രാജ്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അതിന് നമ്മുടെ തൊട്ടടുത്ത രാജ്യമില്ല ചൈന. നിങ്ങളൊന്ന് ആലോചിക്കണം, ചൈന നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ചൈനയുടെ അവസ്ഥ എന്തായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സാങ്കേതിക വിദ്യയും സഹായവും ഒക്കെയാണ് ഉണ്ടാക്കിയത് ഇതെല്ലാം. ആ സമയത്ത് ചൈന എന്തായിരുന്നു അവസ്ഥ? പിന്നല്ലാതെ കൃഷി കാര്യങ്ങളില്ല. ചൈന 70-കൾ തൊട്ടാണ് ചൈന ടെക്നോളജിക്കലി മാറുന്നത്. രാഷ്ട്രീയമല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണം അതിന് മുമ്പേ ഉണ്ട്, പക്ഷെ അവരുടെ പോളിസി മാറി. ജനങ്ങൾ മാറ്റിയല്ല, അതൊരു വലിയ അല്ല അവിടെ പിന്നെ ജനങ്ങൾക്കൊന്നും റോളൊന്നും ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലേ. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അന്നത്തെ കാലത്താണ് ചൈന ഈ പറഞ്ഞ ടെക്നോളജിയിലോട്ട്, അയാളുടെ പോളിസിയാണ് ചൈന ടെക്നോളജി മാറുന്നത്. മാവോയ്ക്ക് ശേഷം വന്ന ആളാ. അതിന്റെ പേര് ജിൻസാരോപ്പിന്നോ, പേര് മറന്നുപോയി. അതായത് ടിയാൻമെൻ സ്ക്വയറിൽ മറ്റേ ഇത് കയറി, മറ്റേ പിള്ളേരെ കൊന്ന സംഭവം ഉണ്ടല്ലോ. അന്നത്തെ സ്റ്റുഡൻസിന്റെ സമരത്തിന് അവര് ടാങ്കിൽ വെച്ച് പിന്നെ നേരിട്ട സംഭവം ഉണ്ടല്ലോ. അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇയാള്. ജിങ് സിയാവോപിങ്. അയാളുടെ കാലത്ത് ആ സമയത്താണ് സംഭവം. ഈ അയാൾ 70-കളിലാണ് അയാള് സെക്രട്ടറി ആവുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞ ബ്രെയിന്. പുള്ളിയാണ് ഇത് മാറ്റുന്നത്. ഈ ഒരു അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്ന തരത്തില് ഉള്ള ടെക്നോളജി കൊണ്ടുവരുന്നതും എല്ലാം പുള്ളിയാണ്. ആ ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പിന്നെ മറ്റേ ഇയാളുടെ കാലത്ത് ജിയാങ് സെമിന്റെ കാലത്തും ഒക്കെ സംഭവം അങ്ങ് ഭയങ്കരമായിട്ട് ഹൈലി ഡെവലപ്പായി. ഇപ്പൊ പ്രൊഡക്ഷൻ, അതായത് ഇലക്ട്രോണിക്സിന്റെയും കാറുകളുടെയും, അതായത് ഈ ലോകത്തിന് വേണ്ട എന്താണോ അതിന്റെ പ്രൊഡക്ഷൻ ആയി അവിടെ തുടങ്ങി. ശരിക്കും പറഞ്ഞാല് മാവോസത്തുമില്ല, ഡെങ് സിയാവോപിങ് ആണ് ഞാൻ പറഞ്ഞ പേര്. ഡെങ് സിയാവോപിങ് ആണ് ശരിക്കും ആധുനിക ഇപ്പോഴത്തെ ടെക്നോളജി ഉള്ള ചൈനയുടെ നിർമ്മാതാവ്. അല്ല, മാവോ അല്ല. മാവോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ബേസ് അടിത്തറ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഡെങ് സിയാവോപിങ് ആണ് ശരിക്കും അതിന്റെ ആള്. അല്ല, നമ്മൾ സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്നില്ലേ? പിന്നെ ക്ലോത്ത്, തുണി കയറ്റുമതി ചെയ്യുന്നില്ലേ? സോഫ്റ്റ്വെയർ, ക്ലോത്ത്, പിന്നെ ബീഫ്, ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നില്ലേ? അതൊക്കെ ഇന്ത്യ ടോപ്പല്ലേ? അതിൽ ടോപ്പാണ്. പക്ഷെ അതിൽ ഇറക്കുമതി അത് കൂടുതൽ ഉണ്ടല്ലോ. ഇറക്കുമതി ഉണ്ട്. ചൈനയുടെ പ്രൊഡക്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചൈനയുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഇന്ത്യ. തീർച്ചയായിട്ടും. ടൈല് വരെ ഏതാ? ടൈല് വരെ നല്ല സാധനങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ മറ്റേ വലിയ വലിയ ബ്രാൻഡുകൾ, ഇപ്പൊ ജർമ്മൻ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, ഒരു സാറ്, അങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ അതിനേക്കാൾ നല്ല സാധനങ്ങൾ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. കിടില സാധനങ്ങൾ, പെർഫെക്റ്റ് ഫിനിഷിംഗ് ഉള്ള സാധനങ്ങൾ. അപ്പൊ അത്തരത്തിലേക്ക് അവരുടെ ടെക്നോളജി മാറി. ഇനിയിപ്പോ അവരുടെ കാലമാണ്. കാരണം അവരൊരു സാധനം ഫിക്സ് ചെയ്ത്, കാരണം അവർ അമേരിക്ക ഉണ്ടാക്കുന്നതിനേക്കാളും യൂറോപ്പിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ലോകത്ത് വേറെ രാജ്യത്തിന് അത്രയും പറ്റത്തില്ല. അതായത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിൽ ഉള്ള പ്രോഡക്റ്റ് അതിലും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ചൈന. കേരളത്തെക്കാളും കുറച്ചും കൂടി സൗഹൃദമായിരുന്നു തമിഴ്നാട് ഫാക്ടറികൾക്കും. പിന്നെ സംശയം എന്തുവാ? ഞാൻ 95 മുതൽ 98 വരെ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഇപ്പം ആമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ചെന്നൈയുടെ ഔട്ടറാ. ഫാക്ടറിയുടെ കേന്ദ്രമല്ലേ ആമ്പത്തൂര്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഞാൻ എന്തോരം പാടാ. ഇപ്പം ഇവിടെ ആരും നെൽകൃഷി ആരും ചെയ്യുന്നില്ല കേരളത്തിൽ. അല്ല, കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തില് നമ്മൾ ചെന്നൈ ഉണ്ടാകുന്ന പോലത്തെ ആ ടൈപ്പ് ഇൻഡസ്ട്രി ഒന്നും നമുക്കിവിടെ കേരളത്തിൽ സാധ്യമല്ല. എന്താ കാര്യം? കേരളത്തിൽ അതിനുള്ള ലാൻഡ് ഇല്ല. നിങ്ങള് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ പാടശേഖരങ്ങൾ വെറുതെ കിടക്കുന്ന? പാടശേഖരങ്ങൾ കിടന്നിട്ട് കാര്യമില്ല. അത് പാടശേഖരങ്ങൾ നമ്മുടെ ഇതിന്റെ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് പാടശേഖരങ്ങൾ.
അത് മസ്റ്റായിട്ട് വേണ്ട സ്ഥലങ്ങളാണ്. അവിടെ കൃഷി ഇല്ലെങ്കിൽ പോലും പാടശേഖരങ്ങൾ ആവശ്യമാണ്. കാരണം അവിടെ വെള്ളം സംഭരിക്കപ്പെടുകയും വെള്ളം ഈ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കാലവർഷം വരുമ്പം വെള്ളം സംഭരിച്ച് കരയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി സംഭരിക്കേണ്ട സാധനങ്ങളാണ്. അതൊന്നും നികത്താൻ പാടുള്ള സാധനങ്ങളല്ല. പക്ഷേ നമുക്ക് പറ്റുന്ന സാധനം വെച്ചാൽ കൂടുതൽ ലാൻഡ് ഇല്ലാത്ത ബിസിനസ്സുകൾ, ഇൻഡസ്ട്രികൾ, അതായത് IT, ടൂറിസം. ഇതാണ് നമുക്ക് കേരളത്തിന് പറ്റുന്ന രണ്ട് ഇൻഡസ്ട്രി. കാരണം ഈ 2 സാധനത്തിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ലെവലിലൊന്നും കേരളത്തിന് തമിഴ്നാടോ അല്ലെങ്കിൽ വേറെയും ആന്ധ്രയുമായിട്ടോ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡിന്റെ റേഷ്യോ ഉണ്ട്. കാരണം പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെടുന്ന റേഷ്യോ ഉണ്ട്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അറിയാം, പോപ്പുലേഷൻ അല്ല പറഞ്ഞത്, പോപ്പുലേഷൻ ഡെൻസിറ്റി, റെസൊല്യൂഷൻ അത് തന്നെ. അപ്പൊ അത് വെച്ച് നോക്കും നമുക്ക് അതിന്റെ എങ്കിൽ പോലും കേരളത്തിന്റെ ഒരു 10-15% പേരും പുറത്തുമാണ് ജനിച്ചതിൽ. അത് നമ്മൾ പുറത്തെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ കേരളത്തിലെ ടോട്ടൽ ഒരു ജനസംഖ്യ നോക്കുമ്പോൾ അത് വലിയൊരു പെർസെന്റേജ് ഒന്നും അല്ല. അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ് നമുക്കിവിടെ. നമുക്ക് അതുകൊണ്ട് പറ്റുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ IT, ടൂറിസം. ഐറ്റിക്ക് കുറച്ച് സ്പേസ് മതി. ടെക്നോ പാർക്ക് പോലത്തെ ഒരു സ്ഥലത്ത്, ടെക്നോ പാർക്കിൽ ഒരു 10 ഏക്കർ സ്ഥലം എന്ന് കരുതുക. ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു 50 കമ്പനി വർക്ക് ചെയ്യാം. വലിയ 50 കമ്പനികൾ വർക്ക് ചെയ്യാം. ഈ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടല്ലോ ഗുജറാത്തില്. പക്ഷെ അതേപോലെ തന്നെ ഉഡായിപ്പ് ടീംസും ഒരുപാടുള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഗുജറാത്തികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. നമ്മൾ ഈ കാസർഗോഡുകാരുടെ സ്വഭാവമാണ് ഗുജറാത്തികൾക്ക്. അവരാരും ട്രസ്റ്റ് ചെയ്യത്തില്ല, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, പൈസ കാര്യം പറഞ്ഞെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന് ബാർഗെയിൻ ചെയ്യും, പിന്നെ രണ്ടാമത് അവരെ നേരിട്ട് വന്ന് ആശയന്നൊക്കെ പറയും. ഉഡായിപ്പിന്റെ ഉസ്താദുകളാണ് അവർ. കാശ് അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പത്തനംതിട്ടക്കാരുടെ മലയോരമായതുകൊണ്ടാണോ? മലയോരത്തിന്റെ വിവരക്കേടുണ്ട്. പക്ഷെ ഇവന്മാരുടെ ധാരണ ഇവന്മാരെല്ലാം തികഞ്ഞവരുന്ന. പക്ഷെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത തലശ്ശേരിക്കാരും മലപ്പുറംകാർക്കും ഈ പ്രശ്നമില്ല. മലപ്പുറംകാരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലപ്പുറംകാരാ. അവർക്ക് വിദ്യാഭ്യാസമല്ല, പക്ഷെ അവരെ സംബന്ധിച്ചോളം അത് ഒറ്റക്കാര്യം ചിന്തിക്കത്തുള്ളൂ. അതല്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് അവര്. അവർ പറഞ്ഞ അവർ ചിന്തിക്കുന്നത് എന്തറിയോ, എന്റെ മേഖലയല്ലോ അവനാ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന അവര് ട്രസ്റ്റ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് ട്രസ്റ്റ് ചെയ്യും. അവര് കേട്ടിരിക്കും. ട്രസ്റ്റ് ചെയ്യും. പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികള് കാശ് ചെലവാക്കി ശീലിച്ചിട്ടില്ല, പെന്നി ശീലിച്ചിട്ടില്ല. അവര് വാങ്ങിച്ച ശീലിച്ചിട്ടുള്ളൂ, കൊടുത്ത് ശീലിച്ചിട്ടില്ല. ഈ വയനാടുകാരെന്ന് പറഞ്ഞാൽ എന്തുവാ, കോട്ടയത്തുനിന്നും പത്തനംതിട്ടൊക്കെ പോയ ആൾക്കാരല്ലയോ. അതേ സമയത്ത് ഈ കണ്ണൂരിൽ നിന്നും തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വന്ന് ഈ വയനാട്ടില് കുടിയേറിയ ആൾക്കാരുണ്ട്. അവിടുന്ന് കുടിയേറിയ ആൾക്കാരുണ്ട് കണ്ണൂർ തലശ്ശേരി ഭാഗത്തുനിന്ന്. അവര് കുഴപ്പമില്ല. ഇതിന് കാര്യം കൾച്ചറൽ പ്രശ്നമാണത്. കൾച്ചറൽ പ്രശ്നം പറഞ്ഞാൽ ഇവർക്ക് ഒരു ട്രേഡ് കൾച്ചറുണ്ട്. ഈ കണ്ണൂര്, തലശ്ശേരി, മലപ്പുറം, കോഴിക്കോട് ഭാഗത്തെ ആൾക്കാർക്ക് ട്രേഡ് കൾച്ചറുണ്ട്. ട്രേഡ് കൾച്ചർ കച്ചവടം ചെയ്തുള്ള പാരമ്പര്യമുള്ള ആൾക്കാരവര്. അവര് ട്രസ്റ്റ് ചെയ്യ ആൾക്കാര്. ആലപ്പുഴക്കാര്, എറണാകുളംകാര്. അതേ സമയത്ത് കൊല്ലം, നമ്മളീ പറഞ്ഞ ഈ കിഴക്കൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് എന്തുവാ ട്രേഡ് കൾച്ചർ ഉള്ളത്? അവ ഈ പറഞ്ഞ കാട് വെട്ടി റബ്ബർ നട്ടും തേയില നട്ടും ഒക്കെ പോയ ആൾക്കാരല്ലേ ഇടുക്കിക്കാരും ഒക്കെ. അവർക്ക് ട്രേഡ് കൾച്ചർ ഇല്ലല്ലോ. ചില ആൾക്കാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാലത്ത് കണ്ണൂരെ കിഴക്കൻ മേഖലയിലോട്ടും അതുപോലെ കോഴിക്കോടെ കിഴക്കൻ മേഖല, ഇടുക്കി ഭാഗത്തേക്കും ഒക്കെ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ പോയ ആളുകളുണ്ടല്ലോ. മടിക്കുത്തിനകത്ത് ഉറച്ചില്ലറിയും ഒരു വാക്കത്തിയുമായിട്ട് പോയരാ. കുടിയേറി പോയരാ. വാക്കത്തി ഒന്നാഴ്ചക്ക് ഒരു വാക്കത്തി, മടിക്കുത്തി കുറച്ചില്ലറി. ഇത്രയുള്ള അവരുടെ കയ്യിലാകെ ഈ അതേ ഉള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായി? അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർ പൈസ ചെലവാക്കിയിട്ട് ശീലിച്ചിട്ടില്ല. കോഴിക്കോടുകാരെന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാർക്ക് സംബന്ധിച്ചോളം കോഴിക്കോട് ട്രേഡ് ചെയ്ത ആൾക്കാരാ. ട്രേഡിങ് ആണ് അവരുടെ സാധനം.
കാരണം അവർ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരല്ലേ, ട്രേഡിങ് ചെയ്ത ആൾക്കാരാ. ഇപ്പൊ ആലപ്പുഴക്കാര് അവർ ട്രേഡിങ് ചെയ്ത ആൾക്കാരാ. അതേ സമയത്ത് നമ്മൾ കിഴക്കോട്ട് പോകുന്നതോറും നമുക്കൊരു ഇതില്ല, എങ്ങനെയും 10 പൈസ കളയാതെ സൂക്ഷിക്കാന്നുള്ളതാ അവർ ചിന്തിക്കുന്നത്. മുണ്ട് കുറുക്കി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരായി കിഴക്കോട്ടുള്ള ആൾക്കാർ. സ്പെൻഡ് ചെയ്യത്തില്ല. നമ്മൾ കണ്ണൂരും തലശ്ശേരിയിലൊക്കെ പോയിട്ട് മുസ്ലിംസ് ഒക്കെ ഉണ്ട്, എന്തോ അത്ര പൈസ അടിച്ചു പൊളിച്ച് കളയെന്നറിയോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അച്ചായനുണ്ട്. അച്ചായന്റെ ഒരു ഓർത്തഡോക്സ് അച്ചായനാ. കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നാന്തരം കുത്തരി ഞങ്ങൾ കഴിച്ചോണ്ടിരുന്ന ആൾക്കാരാ. അന്ന് റേഷനരി കഴിച്ചോണ്ടിരുന്ന ആൾക്കാരെ വരെ. അപ്പൊ ഞാൻ അച്ചായ ഒരു അച്ചായ ഞാൻ ചോദിച്ചു, അച്ചായ പണ്ടും നിങ്ങൾ റേഷനരി കഴിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. പുള്ളി ഷടേന്ന് പുള്ളി മുഖത്തെ ഭാവം മാറി കിട്ടും. ഞാൻ ചോദിച്ചു, പണ്ടും കഴിക്കത്തില്ലായിരുന്നോ? പണ്ട് തൊട്ടേ കഴിക്കത്തില്ലായിരുന്നല്ലേ? എടീ പണ്ട് റേഷനരി ഈ പുള്ള വീട്ടില് പട്ടിണിയും പരിവട്ടമായിരുന്നു. റേഷനരി മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു, വേറൊന്നും ഇല്ല അവിടെ. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുത്തരിയുണ്ട്, ഞങ്ങൾക്ക് കൃഷിയുണ്ടല്ലോ. ഇപ്പൊ കാശായപ്പം പുള്ളിയുടെ ഡയലോഗ് അങ്ങ് മാറുക. പട്ടിക്ക് കൊടുക്കാനും പശുവിന് കൊടുക്കാനും. മനസ്സിലായോ? ഇവനൊക്കെ തിന്നുന്നതായിരിക്കും. അല്ല, സംഭവം ശരിയായിരിക്കും. എന്നാലും ഈ ഡയലോഗ് അടിക്കുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യത്തില്ലയോ? നമ്മൾ റേഷനരി ഞങ്ങളുടെ വീട്ടില് റേഷനരി ഇപ്പോഴും ഉപയോഗിക്കും. കാരണം പണ്ടത്തെ റേഷനരിക്കാൾ ഇപ്പൊ ക്വാളിറ്റി ഉള്ള റേഷനരി ഇപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഇപ്പം വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ റേഷനരി പിന്നെ കഞ്ഞി വെക്കും, ചോറ് വെക്കും. കാരണം എന്താ സംഭവം, ഈ റേഷൻ അരി എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്റ്റോക്ക് വെയർ ഹൗസ് ഇല്ലേ, അതായത് ഒരു രാജ്യത്തിന്റെ ധാന്യ സൂക്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ? എന്റെ ധാരണ അങ്ങനെയാണ്. അതെ 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 അതെ. അവിടെ പുതിയ ധാന്യങ്ങൾ നിറയ്ക്കുമ്പോൾ പഴയത് മാറ്റും. അതായത് നമുക്ക് അതെപ്പോഴും റീപ്ലേസ് ചെയ്യും. നമ്മളിപ്പം പണ്ട് തൊട്ടേ നമ്മുടെ ഒരു പോളിസിയാണ്, നെഹ്റുവിന്റെ കാലത്തുള്ള പോളിസിയാണ്. അതായത് നമ്മള് ഇത്തരം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പറഞ്ഞാൽ നമുക്ക് ക്ഷാമം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാ. അതായത് നമുക്ക് ഈ ഷോർട്ടേജ് വരുമ്പോ, നമുക്ക് എപ്പോഴെങ്കിലും ക്ഷാമോ എന്തെങ്കിലും പ്രശ്നമോ യുദ്ധമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്ത് പട്ടിണി ഉണ്ടാവരുതല്ലോ. അതിനുവേണ്ടി സ്റ്റോക്ക് എപ്പോഴും രാജ്യത്ത് വെക്കണമെന്നാവും. അപ്പൊ അതിന്റെ പഴയ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നതാണ് റേഷനറി ആയിട്ട് ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പഴകുന്ന മണമൊക്കെയാണ് അരിക്കുണ്ടാകുക. പണ്ടെന്ന് പറഞ്ഞാല് കുറെ അധികം പഴകുമായിരുന്നു. ഇപ്പൊ അത്രയും പഴകുന്നില്ല, പക്ഷെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അല്ലേ ഇത്രയും കാലം ആൾക്കാർ കഴിച്ചു വളർന്നത്. അതായത് എന്തോ കുറെ കഥ പറച്ചില്ല, അച്ഛനോട് കഥ പറച്ചില്ല. മറ്റേ പോലെയരാണ് മറ്റേത് മറിച്ചത്. പുള്ളി ഏതാണ്ട് അവരെ കളിയാക്കുന്ന രീതി സംസാരിക്കുക. പോലെയരാണ് മറ്റേ മറിച്ച്.